നമ്മുടെ വീട്ടിലെ ഇസ്തിരിപ്പെട്ടിയുടെ പവർ കേബിളിലേക്ക് ഒന്ന് നോക്കൂ. സാധാരണ വയറിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് മുകളിൽ മാത്രം വിചിത്രമായ തുണി കോട്ടിംഗ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് വെറും ഒരു ഭംഗിക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉരുകാതിരിക്കാനോ വെച്ചതല്ല, മറിച്ച് ഫിസിക്സിലെ ഒരു വലിയ കേടിൽ നിന്ന് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അദൃശ്യ കാവൽക്കാരനാണ്. ആരും പറയാത്ത ആ ഡിസൈൻ രഹസ്യം ഇതാണ്. നമ്മൾ വസ്ത്രങ്ങൾ ഇസ്തിരി ഇടുമ്പോൾ അയൺ ബോക്സിലെ പല ദിശകളിലേക്ക് നിരന്തരം ചലിപ്പിക്കുകയും തിരിക്കുകയും ചെയ്യാറുണ്ട്. ഈ സമയത്ത് വയറുകൾ നൂറുകണക്കിന് തവണയാണ് വളയുന്നത്. ഈ കേബിൾ സാധാരണ മിനുസമുള്ള പ്ലാസ്റ്റിക് മാത്രമുള്ള ഒന്നായിരുന്നെങ്കിൽ വൻ ദുരന്തം ഉണ്ടായേനെ. പ്ലാസ്റ്റിക്കിന് ഘർഷണം, അതായത് ഫ്രിക്ഷൻ കൂടുതലാണ്. വയറ് അടിക്കടി വളയുമ്പോൾ അതിനുള്ളിലെ ചെമ്പ് കമ്പികൾ പ്ലാസ്റ്റിക് ചുവരിൽ തട്ടി കടുത്ത സമ്മർദ്ദത്തിലാകും. ഇതിലെ ശാസ്ത്രത്തിൽ മെക്കാനിക്കൽ ഫാറ്റിക് ഫെയിലിയർ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉള്ളിലെ ചെമ്പ് കമ്പികൾ ഓരോന്നായി പൊട്ടുകയും പുറമേക്ക് കാണാത്ത രീതിയിൽ വലിയൊരു ഇലക്ട്രിക് സ്പാർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇത് വയർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനും വലിയ ഷോക്ക് ഏൽക്കാനും കാരണമാകും. ഇവിടെയാണ് ഈ തുണിക്കോട്ടിങ്ങിന് വമ്പൻ എഞ്ചിനീയറിംഗ് വിദ്യ. ഈ നൂലുകൾ പരസ്പരം പിടഞ്ഞു കിടക്കുന്നതിനാൽ ഇവയ്ക്ക് ഘർഷണം, ഫ്രിക്ഷൻ വളരെ കുറവാണ്. ഇത് കേബിളിന് മുകളിൽ അസ്ഥികൂടം പോലെ പ്രവർത്തിച്ച് നമ്മൾ വയർ വളയ്ക്കുമ്പോൾ ഉണ്ടാക്കുന്ന വമ്പൻ പ്രഷറിനെ ഒരൊറ്റ പോയിന്റിൽ കേന്ദ്രീകരിക്കാൻ അനുവദിക്കാതെ വയറിനുടനീളം തുല്യമായി വീതിച്ചു നൽകുന്നു. ഇത് ഉള്ളിലെ ചെമ്പ് കമ്പികൾക്ക് ഒട്ടും കേടുപാടുകൾ വരുത്താതെ സുരക്ഷിതമായി വഴുതി മാറാൻ സഹായിക്കും. നമ്മൾ വസ്ത്രങ്ങൾ തേക്കുമ്പോൾ കൈകളിൽ പിടിക്കുന്ന ഒരു വലിയ പ്രഷർ അബ്സോർബറാണ്. വീട്ടുപകരണങ്ങളിൽ പെട്ടെന്ന് ഷോർട്ട് സർക്യൂട്ടായി കേടായിരിക്കാൻ ഈ അറിവ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇനി മുതൽ കോഡ് ഫിഷൻ ഓടിച്ച് ശീലമാക്കും. 1. വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് കഴിഞ്ഞാൽ ഉടൻ പവർ കേബിൾ അയൺ ബോക്സിന് മുകളിലോ ഹാൻഡിലോ കട്ടിക്ക് ചുറ്റി വെക്കരുത്. അയൺ ബോക്സിലെ ചൂട് കാരണം ഉള്ളിലെ പ്ലാസ്റ്റിക് തുണിയും കോട്ടിംഗ് ദുർബലമാകും. വയറുകൾ ഉള്ളിൽ തിരിഞ്ഞു മറിയുകയും ചെയ്യും. 2. നിങ്ങളുടെ ഇസ്തിരിപ്പെട്ടിയുടെയോ മിക്സിയുടെയോ ഈ തുണി കോട്ടിംഗ് എവിടെയെങ്കിലും കീറിപ്പോയാൽ ഉടൻ തന്നെ അത് മാറ്റുക. അവിടെ വെറും ബ്ലാക്ക് ടേപ്പ് ഒട്ടിച്ച് ഉപയോഗിക്കരുത്. ടേപ്പിന് തുണിയുടെ ആ ഫിസിക്സ് പ്രോപ്പർട്ടി നൽകാൻ കഴിയില്ല. നിങ്ങളുടെ സുരക്ഷ എപ്പോഴും കൃത്യമായി ഉറപ്പുവരുത്തുക. നമ്മൾ കാണുന്ന ചെറിയ നൂൽക്കോട്ടുകൾ വെറും അലങ്കാരമല്ല, മറിച്ച് അദൃശ്യമായി വൈദ്യുതി ചതികളിൽ നിന്ന് നമ്മളെ കൈകളേക്കാകുന്ന കവചങ്ങളാണ്. അണ്ടർ ദ ഡേഞ്ചർ, സെക്യൂർ ദ പവർ. കൂടുതൽ കണ്ണു നിറപ്പിയ ലോജിക്കൽക്കായി ഇപ്പോൾ തന്നെ ഫോളോ അടിക്കൂ. സ്റ്റേ ലോജിക്കൽ. ബൈ.